മാർക്കസ് റാഷ്ഫോർഡിന് ഇപ്പം തിരുപ്പതിയായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ബാർസലോണ മാർക്കസ് റാഷ്ഫോർഡിനെ 30 മില്യൺ യൂറോസിന് സൈൻ ചെയ്യാൻ പോകുന്നില്ല. അത് പല ക്രെഡിബിളായിട്ടുള്ള ജേർണലിസ്റ്റുകളും ഫബ്രീസിയോ റൊമാനോ, ഡേവിഡ് ഓൺസ്റ്റിനൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം റാഷ്ഫോർഡിന് മുന്നിലുള്ള ഭാവി എന്താണ്? എനിക്കറിയത്തില്ല റാഷ്ഫോർഡിൻ്റെ സ്ഥിതി എന്തായി തീരും എന്നെനിക്ക് യാതൊരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. റാഷ്ഫോർഡിൻ്റെ കാര്യം നോക്കിയാൽ റാഷ്ഫോർഡ് എന്ന് പറയുന്ന മനുഷ്യൻ, പുള്ളിക്ക് ആ ഒരു ഇംഗ്ലണ്ട് ടീമിൽ, ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഇംഗ്ലണ്ട് ടീമിൽ ആ ഒരു സെലക്ഷൻ കിട്ടിയ സമയത്തുള്ള ആശാൻ്റെ ആവേശം, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ പുള്ളി വ്യക്തമായിട്ട് പല ആൾക്കാർക്ക് വേണ്ടി നന്ദി പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ടുള്ള തോമസ് ടുക്കലിന്, അതേപോലെ തന്നെ ബാർസലോണയ്ക്ക്, പിന്നെ വെറും 6 മാസം ലോണിൽ കളിച്ച ആസ്റ്റൺ വില്ലയ്ക്കും ഉണൈ എമറിക്കും ഒക്കെ നന്ദി പ്രകാശനം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റോറി പുള്ളി ഇട്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു മോശം സമയത്ത് ഇവരൊക്കെ പുള്ളിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടെയൊക്കെ പുള്ളി മറന്ന ഒരു പേരുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിൻ്റെ പേര്. റാഷ്ഫോർഡ് എന്ന് പറഞ്ഞ ഒന്നും അല്ലാതിരുന്ന ഒരു മനുഷ്യനെ മാർക്കസ് റാഷ്ഫോർഡാക്കി മാറ്റിയ ക്ലബ്ബ്, ആ ഒരു ക്ലബ്ബ് അവൻ്റെ കഴിവിനെ വിശ്വസിച്ചുകൊണ്ട് അവനെ അക്കാഡമിയിൽ കൊണ്ടുവന്ന് വളർത്തി ഫസ്റ്റ് ടീമിൽ കൊണ്ടുവന്ന് റാഷ്ഫോർഡിനെ ഇത്രയും വലിയൊരു പ്ലെയറാക്കി മാറ്റിയ ക്ലബ്ബ് കഴിഞ്ഞ 10 സീസൺ 2015-16 മുതൽ 2024-25 വരെ കണ്ടിന്യൂസ് 10 സീസണാണ് റാഷ്ഫോർഡിൻ്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം യുണൈറ്റഡിൻ്റെ ഫാൻസ് ഒക്കെ അർപ്പിച്ചുകൊണ്ട് യുണൈറ്റഡിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഫേസായിട്ട് കണ്ടുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു മനുഷ്യനാണ്. യുണൈറ്റഡിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ പേര് മെൻഷൻ ചെയ്യാതെ, ആ ഒരു കടപ്പാട് കാണിക്കാതെ ഇങ്ങനത്തെ പ്രവർത്തികൾ ഒക്കെ ചെയ്യുന്നത്, അത് ശരിക്കും യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്കറിയാം ബാർസലോണ ആരാധകരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നിങ്ങളുടെ പ്ലെയർ അൻസു ഫാത്തി പോണക്കത്തെ ഒരു പ്ലെയറാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കത്തില്ല. അതുമാത്രമല്ല, അൻസു ഫാത്തിയെ പോലെ നമ്മൾ കഴിഞ്ഞ 10 സീസണാണ് ഈ മനുഷ്യന് അവസരം കൊടുത്തത്. അതിൽ ഒരു സീസണിൽ 30 ഗോൾ അടിച്ചിട്ടുണ്ട്, 2 സീസണിൽ 20+21, 22 ഗോളൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. ബാക്കി 7, 8, 11, 12, 5 ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്ത ക്ലബ്ബ് ഫാൻസൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. എന്നിട്ട് നമുക്ക് പുല്ല് വില, എന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്തെന്ന് അവൻ വിശ്വസിക്കുന്ന ബാർസലോണ എവിടെ? ബാർസലോണ നല്ല അന്തസ്സായിട്ട് ആൻ്റണി ഗോർഡനെ അവന് പകരമായിട്ട് സൈൻ ചെയ്തു. ഇനിയിപ്പം എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർസലോണയും റാഷ്ഫോർഡും ചേർന്നുകൊണ്ടുള്ള ഒരു കളി, അത് മിക്കവാറും നമുക്ക് നല്ലൊരു പണി തരാൻ പോകുന്ന ഒരു കളിയാണ്. ബാർസലോണയ്ക്ക് ചിലപ്പം റാഷ്ഫോർഡിനെ ലോണിൽ, അടുത്ത ഒരു സീസൺ കൂടെ ലോണിൽ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കളിയുടെ ഭാഗമാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുമാത്രമല്ല, ഇതിനൊക്കെ ചൂട്ട് കത്തിച്ച് കൊടുക്കാൻ റാഷ്ഫോർഡ് മുന്നിൽ തന്നെ കാണും എന്നുള്ളത് വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും ബാർസലോണയ്ക്ക് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ താല്പര്യം ഇല്ല എങ്കിൽ പ്രീമിയർ ലീഗിൽ നിന്ന് ന്യൂകാസിൽ പോണത്തെ ക്ലബ്ബുകളൊക്കെ തയ്യാറാണ് ഈ ഒരു 30 മില്യൺ യൂറോസ് പേ ചെയ്യാനായിട്ട്. അതാണ് നമ്മളെ സംബന്ധിച്ച് അതാണ് കുറച്ചുകൂടെ ലാഭകരം. ഇതിപ്പം ലോൺ ഫീ കിട്ടിയാലായി, പിന്നെ പറയും പുള്ളിയുടെ സാലറിയുടെ കുറച്ച് ഭാഗം നമ്മൾ പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു നമ്മളെ പെടുത്തുന്ന ഒരു ഡീലാക്കി മാറ്റും ബാർസലോണയുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ. ശരിക്കും ഇത് ഭയങ്കര ഒരു തലവേദനയാണ്. ജാഡൻ സാഞ്ചോ എന്ന് പറയുന്നൊരു മാരണത്തെ ഒരു വിധത്തിൽ ഒഴിവാക്കി റാഷ്ഫോർഡ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിനെ തന്നെ പിടിച്ച് കുലുക്കാൻ കെൽപ്പുള്ള ഒരു ഡീലിന് വേണ്ടി സിറ്റി ശ്രമിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ എലിയട്ട് ആൻഡേഴ്സന് വേണ്ടി സിറ്റി 121 മില്യൺ പൗണ്ട്സിൻ്റെ ഓവറോൾ ഡീല്, അല്ലെങ്കിൽ ഓവറോൾ ബിഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അപ്പോൾ തന്നെ ആ ഒരു ബിഡ് റിജക്റ്റ് ചെയ്യുന്നു. അവർക്ക് 120 മില്യൺ പൗണ്ട്സ് ഫിക്സഡ് ഫീ പ്ലസ് ആഡ് ഓൺസ് വേണം. അപ്പം ഈ ഒരു 120 മില്യൺ പൗണ്ട്സ് പ്ലസ് ആഡ് ഓൺസ് എന്ന് പറയുന്ന ആ ഒരു കടുംപിടുത്ത
താല്പര്യത്തിന് സിറ്റി വഴങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് നമ്മുടെ പല ഡീൽസിനെയും കൂടാണ് അത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പല ഡീൽസ് മാത്രമല്ല, ഓവറോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ പല ടീമുകളുടെ പല ഡീൽസിനെയും അത് വളരെ മോശമായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ യുണൈറ്റഡ് മത്തേസ് ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ കുറേയും കൂടെ പിടി മുറുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീലിൻ്റെ കാര്യത്തിൽ യുണൈറ്റഡ് ആണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പല ടീമുകളും ആ ഒരു ഡീലിന് അല്ലെങ്കിൽ ആ ഒരു ഡീല് നടത്തിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡ് ആണ് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ ഒരു നെഗോസിയേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ആ ഒരു മത്തേസ് ഫെർണാണ്ടസിൻ്റെ ടീം അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റും ഒക്കെ ആയിട്ട് യുണൈറ്റഡ് മാത്രമേ നടത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന യുണൈറ്റഡ് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡീലിന് വേണ്ടി നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക, പേഴ്സണൽ ടേംസ് എത്രയും വേഗം എഗ്രി ചെയ്യുക, എന്നിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടുള്ള ആ ഒരു നെഗോസിയേഷൻ എത്രയും വേഗം തുടങ്ങി. എനിക്ക് തോന്നുന്നൊരു 65 മില്യൺ പൗണ്ട്സ് എങ്കിലും മിനിമം നമുക്ക് കൊടുക്കേണ്ടി വരും. 85 ചോദിക്കുന്നുണ്ടെങ്കിൽ 65 കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അപ്പോൾ ആ ഒരു ഡീല് സിറ്റി പുൾ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പെട്ടെന്ന് കാര്യത്തിൽ ഇടപെട്ട് ആ ഒരു ഡീല് മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീൽ ഫൈനലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിപ്രായം. ആ ഒരു മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീലിൻ്റെ കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു പേടി റയൽ മാഡ്രിഡ് ആണ്. ജോസെ മോറിഞ്ഞോ ഇൻട്രസ്റ്റഡ് ആണ്. ജോസെ മോറിഞ്ഞോയുടെ ഏജൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം, ഹോർഗെ മെൻഡസ് എന്ന് പറയുന്ന ആ ഒരു ഏജൻറ്റ് മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഏജൻറ്റാണ്. അപ്പോൾ ആ ഒരു ഏജൻറ്റ് ഹോർഗെ മെൻഡസ് റയൽ മാഡ്രിഡിന് മുന്നിൽ പുള്ളിയുടെ 3 ക്ലയൻസ് മത്തേസ് ഫെർണാണ്ടസ്, റൂബൻ ഡയാസ്, അതുപോലെ തന്നെ മത്തേസ് നൂനസ് ഇവരെയൊക്കെ ഓഫർ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ റയൽ മാഡ്രിഡ്, PSG, ആർസണൽ ഇങ്ങനത്തെ ടീമൊക്കെ അവരുടെ പ്രയോറിറ്റി മത്തേസ് ഫെർണാണ്ടസ് അല്ല. റൈറ്റ് ഓപ്പർച്യൂണിറ്റി, കറക്റ്റ് സമയത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ചാടി വീഴുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. പക്ഷേ യുണൈറ്റഡ് അങ്ങനെയല്ല. യുണൈറ്റഡിൻ്റെ പ്രൈമറി ടാർഗറ്റ് മത്തേസ് ഫെർണാണ്ടസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുൾ ഓഫ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടെമ്പോ കൺട്രോളിംഗ് മിഡ്ഫീൽഡർ റോഡ്രി, എൻസോ ഫെർണാണ്ടസ്, ആ ഒരു മോൾഡിലുള്ള കളിക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിലുള്ള കളിക്കാരാണ് റയലിൻ്റെ പ്രയോറിറ്റി. അത് കഴിഞ്ഞാണ് മത്തേസ് ഫെർണാണ്ടസ് പോണക്കത്തെ ഡീലിന് വേണ്ടി അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ യുണൈറ്റഡ് അതിനെ എന്നാ പറയുന്നത് രണ്ടും കൽപ്പിച്ച് കാശെറിഞ്ഞ് പ്ലെയറിനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീല് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈനിങ് ഈ എലിയട്ട് ആൻഡേഴ്സണോ അല്ലെങ്കിൽ ചോമേനി, ടൊണാലി ഇങ്ങനത്തെ വലിയ സൈനിങ്ങിന് പോകും എന്ന് തോന്നുന്നില്ല. റിപ്പോർട്ടൊക്കെ അനുസരിച്ച് അലക്സ് സ്കോട്ട് അല്ലെങ്കിൽ ബലേബ അങ്ങനത്തെ ഒരു സൈനിങ്, ഓവറോൾ ഒരു 150 മില്യൺ പൗണ്ട്സ് 2 മിഡ്ഫീൽഡേഴ്സിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും യുണൈറ്റഡ്, അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനായിരിക്കും യുണൈറ്റഡ് ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഡീല് പുൾ ഓഫ് ചെയ്യാൻ യുണൈറ്റഡിനാകണമെങ്കിൽ യുണൈറ്റഡ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ മിസ്സ് ചെയ്യത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപ്പ പെരസ് അണ്ണൻ്റെ കുൽസിത പ്രവർത്തികളെക്കുറിച്ച് കൂടെ നമ്മൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു പ്രായത്തിലും പുള്ളിയുടെ ഒരു ചുറുചുറുക്കുണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. ചുമ്മാതല്ല, ഈ മനുഷ്യൻ്റെ മുന്നിൽ ഒരുത്തം പോലും വന്ന് നേരിട്ട് ഇലക്ഷന് നിൽക്കാനുള്ള ധൈര്യം കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ്റെ ആ ഒരു കൂർമ്മ ബുദ്ധി അല്ലെങ്കിൽ കുരുട്ട് ബുദ്ധിയാണ്. നിങ്ങൾ ഓർക്കണം, റയൽ മാഡ്രിഡിനും പാപ്പ പെരസിനും വ്യക്തമായിട്ട് അറിയാം അവരുടെ ടാർഗറ്റ്സ് മൈക്കിൾ ഒലീസെ അല്ലെങ്കിൽ വിറ്റീഞ്ഞ, ജാവോ ഗോമസ്, ജാവോ നെവസ് ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ ഒന്നും PSG അല്ലെങ്കിൽ ബയൺ മ്യൂണിച്ചോ വിൽക്കാൻ തയ്യാറല്ല. അപ്പം പാപ്പ പെരസിന് പുള്ളി പറഞ്ഞ ആ ഒരു വാഗ്ദാനം അത് നിറവേറ്റിയേ പറ്റത്തുള്ളൂ. 150 മില്യൺ യൂറോസിൻ്റെ ബിഡ് പുള്ളിക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പം പുള്ളി 150 മില്യൺ യൂറോസിൻ്റെ ബിഡ് ഇടുന്നു. നേരെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയൻ അൽവാരസിന് വേണ്ടി 150 മില്യൺ യൂറോസിൻ്റെ ബിഡ്. അപ്പം പുള്ളിയുടെ ആ ഒരു വാഗ്ദാനം അത് ടിക്ക്. അതുപോലെ തന്നെ പുള്ളി ബാർസലോണയ്ക്ക് ഒരു 8ൻ്റെ പണിയും കൂടെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി. ഇനിയിപ്പം ബാർസലോണയ്ക്ക് ഹൂലിയൻ അൽവാരസിനെ സൈൻ ചെയ്യണമെങ്കിൽ 500 മില്യൺ വെക്കാനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പറയുന്നത്. പട്ടിപ്പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല, ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ വേണ്ടിയുള്ളത്. പിന്നെ ഞാൻ വിട്ടുപോയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. പുള്ളി ഒരു വാട്സപ്പ് ചാനൽ, അതായത് യുണൈറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ചാനൽ പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ഡബിൾസ് മലയാളീസ് എന്നാണ് അതിൻ്റെ പേര്.
അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നിങ്ങളത് ചെക്ക് ചെയ്യുക, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ കാണാം.